കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. നമ്മൾ അധ്യാത്മരാമായണം കിഷ്കിന്ധാകാന്ഡം 3-ാം സർഗത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ബാലിവധം കഴിഞ്ഞു. അത് കഴിഞ്ഞ് താരയുടെ ദുഃഖം, താരാവിലാപം തന്നെ പറയാം. ഒരുപാട് സങ്കടപ്പെട്ട് പറയും ഭഗവാനും എന്നെയും കൂടിയും കൊന്നോളൂ എന്നൊക്കെ പറയുമല്ലോ. അതും പിന്നെ താരോപദേശം, ഭഗവാന് താരോട് ഉപദേശിക്കണതൊക്കെയാണ് ഇതിൽ. അപ്പം നമുക്ക് കിഷ്കിന്ധാകാന്ഡം 3-ാം സർഗത്തിലേക്ക് കടക്കാം. സാധാരണ പോലെ ശ്രീ മഹാദേവ ഉവാച, ശിവൻ പാർവതിയോട് പറയാണ്, നിഹതേ ബാലിനി രണേ രാമേണ പരമാത്മന ദുദ്രുർവാനരാ സർവേ കിഷ്കിന്ധം ഭയവിഹ്വലാഹ. പരമാത്മന രാമേണ, പരമാത്മാവായ രാമനാൽ, രണേ ബാലി നിഹതേ, ബാലിനി രണേ ബാലിനി നിഹതേ, യുദ്ധത്തിൽ ബാലി നിഹനിക്കപ്പെട്ടപ്പോൾ, മീൻസ് വധിക്കപ്പെട്ടപ്പോൾ, ഭയവിഹ്വലാഹ സർവേഹേ ഭയവിഹ്വലാഹ വാനരാഹ സർവേ, ഭയവിഹ്വലാഹ വാനരാ സർവേ, എല്ലാ പേടിച്ചരണ്ട വാനരന്മാരും, കിഷ്കിന്ധാം ദുദ്രുവു, കിഷ്കിന്ധയില അങ്ങും ഇങ്ങും ഓടിയെന്ന്. എന്താ അറിയോ അപ്പം ശിവൻ പറഞ്ഞു, പാർവതി, ഈ പരമാത്മാവായിട്ടുള്ള രാമൻ യുദ്ധത്തിൽ ബാലിയെ എങ്ങനെ വധിച്ചത് അറിഞ്ഞപ്പോൾ ബാക്കി വാനരന്മാരൊക്കെ പേടിച്ചിട്ട് കിഷ്കിന്ധയിലെ 4 ഭാഗത്തും പാഞ്ഞോടി. ശ്രീ മഹാദേവ വാച, നിഹതേ ബാലിനി രണേ രാമേണ പരമാത്മന ദുദ്രുവുർ വാനരാ സർവേ കിഷ്കിന്ധം ഭയവിഹ്വലാഹ താരാമൂചുർമഹാഭാഗേ ഹതോ ബാലി രണാജിരേ അംഗദം പരിരക്ഷാദ്യ മന്ത്രിണ പരിണോദയ. താരാം ഊജു, ബാലി മരിച്ച കാര്യം താരോട് പറഞ്ഞു. പാവം താര യുദ്ധത്തിന് പോണേന് മുമ്പ് തന്നെ കരഞ്ഞിട്ടാണല്ലേ, കുറപ്പ് കരഞ്ഞിട്ട് പോകരുതെന്നൊക്കെ അപേക്ഷിച്ചുല്ലോ. അപ്പം താരോട് പോയി പറഞ്ഞു, മഹാഭാഗേഹേ പൂജ്യേ, എന്താ പറഞ്ഞത്, രണാജിരേ ബാലി ഹതഹ, ഈ യുദ്ധക്കളത്തിൽ ബാലി വധിക്കപ്പെട്ടു. അദ്യ അംഗദം പരിരക്ഷ, ഇനി ഇപ്പം അംഗദനെ രക്ഷിച്ചാലും, അതായത് ഇപ്പം അംഗദനെ ഉള്ളൂ, മകനേ ഉള്ളൂ. മന്ത്രിണഹ പരിണോദയ, മന്ത്രിമാരെ പ്രേരിപ്പിച്ചാലും രാജാവായിട്ടുള്ള ബാലിയെ ഭഗവാൻ വധിച്ചു. വാനന്മാർ പോയി പറഞ്ഞു താരോടെ, താരാദേവി, യുദ്ധത്തിലെ ബാലിത വധിക്കപ്പെട്ടു ശ്രീരാമനാൽ, അംഗദനെ ഇപ്പം രക്ഷിച്ചോളൂ. ഈ നഗരം മുഴുവൻ രക്ഷിക്കാൻ മന്ത്രിമാരോടൊക്കെ പറയൂ. അംഗദനെ ഉള്ളൂ ഇനിയിപ്പോൾ രാജ്യത്തിനെ രക്ഷിക്കാൻ, മന്ത്രിമാരോടൊക്കെ രാജ്യം മുഴുവൻ രക്ഷിക്കാൻ പറയുന്നു. ബാക്കി വാനന്മാർ വന്ന് പറഞ്ഞു. താരാമൂചുർമഹാഭാഗേ ഹതോ ബാലീരണാജിരേ അംഗദം പരിരക്ഷാദ്യ മന്ത്രിണ പരിണോദയ ചതുർദ്വാരകപാടാദീൻ ബദ്ധ്വാ രക്ഷാമഹേ പുരീം വാനരാണാം തു രാജാനമംഗദം കുരുഭാമിനി. എന്താ വാനരന്മാർ ഇതുകൂടിയും പറഞ്ഞു. ചതുർദ്വാരകപാടാദ്വീൻ, ഈ 4 കോട്ടയ്ക്ക് 4 വാതിലുണ്ടല്ലോ, 4 വാതിലുകൾ മുതലായ സ്ഥാനങ്ങൾ ബദ്ധ്വ അടച്ചിടൂ. കോട്ടയുടെ 4 പുറമുള്ള 4 എൻട്രൻസ് ഉണ്ടാവുമല്ലോ ഓരോ ഭാഗത്തും, അതൊക്കെ അടച്ചിട്ടോളൂ. പുരീം രക്ഷാമഹേ, പുരിയെ ഞങ്ങൾ രക്ഷിക്കാം, അതായത് നഗരത്തിന് ഞങ്ങൾ രക്ഷിക്കാം. അംഗദം തു, അംഗദനാവട്ടെ, വാനരാണാം രാജാനം കുരു, വാനന്മാർ രാജാവായിട്ട് അംഗദനായി തീരട്ടെ. വാനന്മാർക്ക് പേടി, അരാജകത്വം ഉണ്ടായാലോ. അപ്പോൾ പറയാ 4 ഭാഗത്തുള്ള കോട്ടയുടെ വാതിലുകളൊക്കെ അടച്ചോളൂ, എന്നിട്ട് ഞങ്ങൾ രാജധാനി രക്ഷിച്ചോളാം. ഹേ ഭാമിനി വിളിക്കുകയാണ് പിന്നെ താരോടെ. വാനന്മാർ പറയണം, ഭാമിനി, അംഗദനെ വാനന്മാരുടെ രാജാവായി നിശ്ചയിച്ചാലും എന്ന് പറഞ്ഞു. ചതുദ്വാരകപാടാദീൻ ബദ്ധ്വാ രക്ഷാമഹേ പുരീം വാനരാണാം തുരാജാനമംഗദം കുരുഭാമിനി. അതായത് ഇനി എന്താ ചെയ്യേണ്ടെന്ന് നിശ്ചയിക്കേണ്ടേ പോയിരിക്കേ. അപ്പം അരാജകത്വം ഉണ്ടായാൽ പറ്റില്ലല്ലോ.
നിഹതം ബാലിനം ശ്രുത്വാ താരാ ശോകവിമൂർച്ഛിത അതാടയൻ സ്വപാണിഭ്യം ശിരോ വക്ഷശ്ച ഭൂരിശ. ഇതങ്ങോട്ട് കേട്ടപ്പോൾ താര എന്താ ചെയ്ത്? ബാലിനം നിഹതം ശ്രുത്വ, ബാലി വധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ശോകവിമൂർച്ഛിത, ശോകം കൊണ്ട് മൂർച്ഛിച്ചിട്ട് സ്വപാണിഭ്യാം, താര സ്വപാണിഭ്യാം എന്താ ചെയ്ത? താര സ്വന്തം കൈകൾ കൊണ്ട് ശിരഹ വക്ഷഹ ച, തലയിലും മാറത്തും അടിച്ച് കരയാണ്. ഭൂരിശഹ ആധിക്യം അതാടയത്, ഒരുപാട് ഈ ബാലി മരിച്ചു എന്നാണ് കേട്ടപ്പോൾ ദുഃഖം കൊണ്ട് താര തലയിലും മാറത്തും അനവധി നേരം അങ്ങോട്ട് അടിച്ചു. ബാലി വധിച്ചു എന്നുള്ള ദുഃഖവാർത്ത കേട്ടപ്പോൾ അങ്ങേയറ്റം ദുഃഖിതയായിട്ടുള്ള താര തൻ്റെ 2 കൈകൾ കൊണ്ടും തലയിലും മാറത്തും വല്ലാതെ അടിച്ചു നിലവിളിച്ചു. നിഹതം ബാലിനം ശ്രുത്വാ താരാ ശോകവിമൂർച്ഛിത അതാടയൽ സ്വപാണിഭ്യം ശിരോ വക്ഷശ്ച ഭൂരിശഃ, ഒരുപാട് പ്രാവശ്യം. കിമംഗദേന രാജ്യേന നഗരേണ ധനേന വാ ഇദാനീമേവ നിധനം യാസ്യാമി പതിനാ സഹ. അംഗദേന, അംഗദനെ കൊണ്ടും, രാജ്യേന രാജ്യം കൊണ്ടും, നഗരേണ ഈ കിഷ്കിന്ധ നഗരം കൊണ്ടും, ധനേന വാ ധനം കൊണ്ടും, കിം എന്തു ഫലം? എനിക്കിനിപ്പോൾ ബാലി പോയതുകൊണ്ട് എനിക്ക് അംഗദനെ കൊണ്ടോ ഈ രാജ്യം കൊണ്ടോ ഈ നഗരം കൊണ്ടോ എനിക്കൊരു സന്തോഷം ഉണ്ടാവാൻ പോണില്ല. ഇതാനും ഇവ ഇപ്പോൾ തന്നെ പതിനാ സഹ, പതിയോടുകൂടി, നിധനം യാസ്യാമി എനിക്കും മരണം, ഞാനും മരണം വരിക്കുകയാണ്. എനിക്കിനി അംഗദനുണ്ടായിട്ടോ രാജ്യം ഉണ്ടായിട്ടോ ഇതിൻ്റെയൊക്കെ അധികാരം ഉണ്ടായിട്ടോ എനിക്കിനി ഒന്നും വേണ്ട, ഞാനും ബാലിയുടെ കൂടെ മരണം വരിക്കുക എന്ന് പറഞ്ഞു. അതാണ് അംഗദൻ, രാജ്യം, നഗരം, ധനം, ഇതുകൊണ്ടൊക്കെ എനിക്ക് എന്താ ഇനി പ്രയോജനം? എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിട്ടുള്ള ആ പതി നഷ്ടപ്പെട്ടില്ല. ഇപ്പം തന്നെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ മരിക്കാൻ പോവുകയാണ് പറഞ്ഞു. ഇനി ഒന്നും ഉണ്ടായിട്ട് എനിക്ക് കാര്യമില്ല, ഒരു കാര്യത്തിനും എനിക്ക് സന്തോഷം തരാൻ സാധിക്കില്ല, ഒരാൾക്കും ബാലിക്ക് പകരമായി നിന്നിട്ട് എന്നെ രക്ഷിക്കാൻ സാധിക്കില്ല, എന്നെ സന്തോഷിപ്പിക്കാൻ സാധിക്കില്ല, ബാലിക്ക് പകരം ആരുമില്ല, അതുകൊണ്ട് ഞാൻ ബാലിയുടെ കൂടെ മരണം വരിക്കുക പറഞ്ഞു. കിമംഗദേന രാജ്യേന നഗരേണ ധനേന വാ ഇദാനീമേവ നിധനം യാസ്യാമി പതിനാ സഹ. ഇത്യുക്ത്വാ ത്വരിതാ തത്ര രുദതി മുക്തമൂർധജ യയൗ താരാതിശോകാർത്ത യത്ര ഭർതൃകളേവരം. ഇപ്രകാരം പറഞ്ഞിട്ട് ത്വരിത വേഗം, രുദതി കരയുന്നവളും, മുക്തമൂർധജ അഴിഞ്ഞ തലമുടിയോടുകൂടിയതും, തലമുടിയൊക്കെ അഴിച്ചിട്ടിട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വേഗം അഗ്നിശോകാർത്ത, അതായത് അതിയായിട്ടുള്ള ശോകത്താൽ വിവശയായ താര എത്ര ഭർതൃകളേവരം, എവിടെയാണ് ഭർത്താവിൻ്റെ മൃതശരീരം കിടക്കണ, തത്ര യയൗ അവിടേക്ക് ഓടിപ്പോയി. ഇങ്ങനെ ഇപ്രകാരം പറഞ്ഞിട്ട് അതിവേഗത്തിൽ കരഞ്ഞും തലമുടിയൊക്കെ അഴിച്ചിട്ട് തലക്കെട്ട് അഴിഞ്ഞും അതിദുഃഖത്താൽ അങ്ങേയറ്റം വിവശയുമായിരിക്കുന്ന താര ഭർത്തശരീരം എവിടെ കിടക്കണ വെച്ചാൽ അവിടേക്ക് ഓടിപ്പോയി എന്ന് പറയണം. വേഗം പോയി എന്ന് പറയണ്ടല്ലോ. ഇത്യുക്ത്വാ ത്വരിത, ത്വരിത വെച്ചാൽ വേഗം, തത്ര രുദതി മുഗ്ധമൂർധജ യയൗ താരാതിശോകാർത്ത യത്ര ഭർതൃകളേബരം, ഭർത്താവിൻ്റെ ശരീരം കിടക്കണോടത്തൊക്കെ യുദ്ധകളത്തിലേക്ക് പോയി. പതിതം ബാലിനം ദൃഷ്ട്വാ രക്തൈഃ പാംസുഭിരാവൃതം രുദതി നാഥനാഥേതി പതിതാ തസ്യ പാദയോഃ. പാവട്ടോ, ചോരയിൽ കുളിച്ച് കിടക്കണ ഭർത്താവിൻ്റെ ശരീരം കണ്ടപ്പോൾ സഹിക്കില്ലല്ലോ. രക്തൈഃ പാംസുഭിയാവൃതം, രക്തങ്ങളോടും പൊടിയും നിറഞ്ഞു കിടക്കണ, മൂടപ്പെട്ട് കിടക്കണ പതിതം ബാലിനം ദൃഷ്ട്വ, ആ വീണ് കിടക്കുന്ന ആ മഹാബലശാലിയായിട്ടുള്ള തൻ്റെ ഭർത്താവിനെ കണ്ടിട്ട് നാഥ നാഥായിതി രുദതി, നാഥ നാഥ എന്ന് പറഞ്ഞ് ഉറക്കെ കരഞ്ഞ് തസ്യ പാദയോഹോ പതിത, ആ എന്താണ് ഭാര്യയുടെ പാദങ്ങളിൽ അങ്ങോട്ട് പതിച്ചു. രക്തവും പൊടിയും പുരണ്ട് വീണ് കിടക്കണ ആ ഭാര്യയെ കണ്ടിട്ട് എത്ര ബലശാലിയാണ് അല്ലേ. ഇപ്പോൾ ഒന്നുമില്ലാണ്ട ചേതനയായിട്ട് കിടക്കുകയാണല്ലോ ആ ശരീരം. അത് കണ്ടാൽ ഏത് ഭാര്യയ്ക്കാണ്? അത്ര നല്ലൊരു സ്ത്രീയാണ് താരയും. ഈ പഞ്ചകന്യകകളിൽ പെടൂലോ.
ആ അപ്പം കൂടെ സഹിക്കാൻ വയ്യാത്ത ദുഃഖം കൊണ്ട് നാഥ നാഥ പറഞ്ഞു ഉറക്ക കരഞ്ഞുകൊണ്ട് ബാലിയുടെ പാദങ്ങളിൽ വീണു. പതിതം ബാലിനം ദൃഷ്ട്വാ രക്തൈഃ പാംസുഭിരാവൃതം രുദതി നാഥനാഥേതി പതിതാ തസ്യ പാദയോഃ കരുണം വിൽപ്പന്തി സാ ദദർശ രഘുനന്ദനം രാമ മാം ജഹി ബാണേന ഏന ബാലിഹതസ്ത്വയാ. അപ്പം അപ്പോഴേക്കും രാമൻ അവിടെ നിൽക്കേണ്ട രാമനോട് പറയാണ്, കരുണം വിലപന്തി സാ അങ്ങേയറ്റം ദുഃഖിച്ച് കരയുന്ന അവൾ രഘുനന്ദനം ദദർശ. അപ്പം പിന്നെ എന്താണ് ശ്രീരാമനെ അവിടെ കണ്ടു. അപ്പോൾ പറഞ്ഞു, രാമ ഏന ബാലിത്വയാ ഹത, ഏത് അമ്പുകൊണ്ടാണ് അങ്ങ് ബാലിയെ വധിച്ചത്? തേന ബാണേന, അതേ അസ്ത്രം കൊണ്ട് മാം ജഹി, എന്നെയും വധിച്ചാലും എന്ന് പറഞ്ഞു. ദുഃഖം കൊണ്ടേ, അതായത് കാണുന്നവർക്കും കൂടി കരച്ചിൽ വരണ അത്ര ദുഃഖമുണ്ട്. അപ്പോൾ അങ്ങനെ കരയണ ആ പിന്നെ എന്താണ് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന താര അവിടെ ഭഗവാനെ കണ്ടു. അപ്പം പറഞ്ഞു, ഹേ രാമ, ഏതൊരമ്പ് ഉപയോഗിച്ചിട്ടാണ് അങ്ങ് എൻ്റെ പ്രാണനാഥനെ വധിച്ചത്? അതേ ബാണം കൊണ്ട് തന്നെ എന്നെയും വധിക്കൂ. ആ ബാലിയുടെ ശരീരം സ്പർശിച്ച അതേ ബാണം തന്നെ എൻ്റെ ശരീരത്തിനെയും നശിപ്പിക്കട്ടെ. ആ ബാണം തന്നെ എൻ്റെ ശരീരത്തെ തട്ടുന്നതാണ് എനിക്ക് സുഖം. ഏത് ബാണാണോ ബാലിയുടെ ശരീരത്തിൽ സ്പർശിച്ച് അതേ ബാണം കൊണ്ട് എന്നെയും അങ്ങ് വധിച്ചാലും. കരുണം വിലബന്തി സാ ദദർശ രഘുനന്ദനം രാമ മാം ജഹി ബാണേന യേന ബാലി ഹതസ്ത്വയാ ഗച്ഛാമി പതിസാലോക്യം പതിർമാമഭികാംക്ഷതേ സ്വർഗേപി ന സുഖം തസ്യ മാം വിനാ രഘുനന്ദന. പതിസാലോക്യം ഗച്ഛാമി, എനിക്ക് ഭർത്താവ് ഇപ്പോൾ പോയ ലോകത്തിലേക്ക് എനിക്കും പോകണം. പതിഹി മാം അഭികാംക്ഷതേ, ഭർത്താവ് എന്നെ അവിടെ ഉണ്ടാവാൻ, ഭർത്താവ് എൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട്. രഘുനന്ദന, ഹേ രാമ, മാം വിന, ഞാനില്ലാതെ, എന്നെ കൂടാതെ, സ്വർഗേ അഭി തസ്യ ന സുഖം, ബാലിക്ക് സ്വർഗത്തിലും സുഖം ഉണ്ടാവില്ല. എന്നെ അത്ര സ്നേഹമാണ്. ഹേ രാമ, അങ്ങയുടെ ശരമേറ്റ് മരിച്ചാൽ പിന്നെ ഭർത്താവ് ഇപ്പോൾ ഇന്ദ്രപദത്തിലേക്ക് പോയിട്ടുണ്ടാവുമല്ലോ, എനിക്കറിയാതെ. പക്ഷേ ഭർത്താവ് എൻ്റെ കൂടെ ഇരുന്നിട്ട് ഭർത്താവിന് മതിയായിട്ടില്ല. അപ്പോൾ എൻ്റെ സാന്നിധ്യം ആഗ്രഹിച്ചു കൊണ്ടാണ് ഭർത്താവ് ഈ ശരീരം വെടിഞ്ഞത്. അപ്പോൾ ഞാൻ ഒരുമിച്ചില്ലെങ്കിൽ സ്വർഗത്തിലും എൻ്റെ ഭർത്താവിന് സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് എന്നെയും പറഞ്ഞേക്കൂ എന്ന് പറയുകയാണ്. പാവല്ലേ, സങ്കടവും താര. അതായത് ഭർത്താവിനെ എന്നെ പിരിഞ്ഞിട്ട് എവിടെ ഇരുന്നാലും സുഖമില്ല, എനിക്കും ഭർത്താവിനെ പിരിഞ്ഞിട്ട് എവിടെ ഇരുന്നാലും സുഖമില്ല. അതുകൊണ്ട് എനിക്കറിയാം ഭർത്താവ് സ്വർഗത്തിലേക്കാണ് അങ്ങയുടെ കൈ കൊണ്ട് വധിക്കപ്പെട്ട. കാരണം സ്വർഗത്തിലേക്കാണ് പോയിരുന്നത്, ഇന്ദ്രൻ ആയിട്ടാണ് പോയിരിക്കുന്നത്, ഇന്ദ്രാംശാണല്ലോ. പക്ഷേ ആ സ്വർഗത്തിലും എനിക്ക് ഉറപ്പുണ്ട് ബാലിക്ക് ഞാനില്ലാതെ സുഖമുണ്ടാവില്ല, എനിക്ക് ബാലിയില്ലാതെ ഇവിടെയും സുഖമില്ല എന്ന് പറയണം. ഗച്ഛാമി പതിസാലോക്യം പതിർമാമഭികാംക്ഷതേ, എന്നെ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴും ബാലി. സ്വർഗേപിന സുഖം തസ്യ മാം വിനാ രഘുനന്ദന. പത്നി വിയോഗജം ദുഃഖമനുഭൂതം ത്വയാനഘ ബാലിനേ മാം പ്രയച്ഛാശു പത്നീദാനഫലം ഭവേത്. അനഘ, ഹേ പരിശുദ്ധനായിട്ടുള്ള ശ്രീരാമ ഭഗവാനെ, പത്നി വിയോഗജം ദുഃഖം, ഭാര്യാവിയോഗത്തിൻ്റെ ദുഃഖം ത്വയാ അനുഭൂതം, അങ്ങ് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഭാര്യയായിട്ടുള്ള വിരഹ ദുഃഖം അങ്ങ് അനുഭവിച്ചു കൊണ്ടിരിക്കുക. അപ്പം അങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലോ. ബാലിന മാമാശു പ്രയച്ഛ, അതുകൊണ്ട് ബാലിക്കായിക്കൊണ്ട് എന്നെ ശീഘ്രം നൽകൂ, ബാലിക്ക് എന്നെ കൊടുക്കൂ. എങ്ങനെ? എന്നെ വധിച്ചിട്ടേ. പത്നീദാനഫലം ഭവേത്, വിവാഹം കഴിച്ചു കൊടുത്ത ഫലം ഉണ്ടാവുക അങ്ങനെയൊക്കെയാണ്. വിവാഹം കഴിച്ചു കൊടുക്കുന്നത് വലിയ പുണ്യമാണ്. അപ്പോൾ എന്താ പറയണ ഇവിടെ പിന്നെ താര അറിയോ? ഹേ അനഘ വിചാരിച്ചു, പാപമില്ലാത്തവനെ ശ്രീരാമ ഭഗവാനെ, ഭാര്യയെ പിരിഞ്ഞാലുള്ള ദുഃഖം അങ്ങിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ, അങ്ങക്ക് അറിയാതെ. ആ വിധമുള്ള ദുഃഖം അനുഭവിക്കുന്ന ബാലി, ഇപ്പോൾ ബാലി എന്നെ പിരിഞ്ഞ് ദുഃഖം അനുഭവിക്കുകയല്ലേ മരിച്ചു പോയാലും. അതുകൊണ്ട് ഈ ഭാര്യയെ പിരിഞ്ഞുള്ള ദുഃഖം, ഇപ്പോൾ പത്നി വിരഹം അനുഭവിക്കുന്ന ഭാര്യയുടെ ദുഃഖം തീർക്കാനായിട്ട് എന്നെ വേഗം ഭാര്യയുടെ അടുത്തേക്ക് അയച്ചാലും എന്നെ വിവാഹം കഴിച്ചു കൊടുത്താലുണ്ടാകുന്ന ആ പുണ്യം അങ്ങയ്ക്കുണ്ടാവും.
ആ ധർമ്മം കൊണ്ട് അങ്ങയ്ക്ക് അങ്ങയുടെ ഭാര്യയായിട്ടുള്ള വിരഹം തീരും. അങ്ങനെ ഒരു പുണ്യം ചെയ്താൽ അങ്ങയ്ക്ക് വേഗം സീത തിരിച്ചു കിട്ടുമെന്ന് പറയാണ് താരേ. ചിലപ്പോൾ അങ്ങിപ്പോൾ അനുഭവിക്കുന്നുണ്ടല്ലോ പത്നി വിരഹം. അപ്പം അങ്ങ് ഇനി പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. എത്ര ദുഃഖമാണ് പത്നിയെ പിരിഞ്ഞിരിക്കണമെന്ന് അങ്ങയ്ക്ക് അറിയാം, ഭാര്യയെ പിരിഞ്ഞ ദുഃഖം. അപ്പോൾ ഒരു കാര്യം ചെയ്തു, എന്നെ പിരിഞ്ഞ് ദുഃഖം അനുഭവിക്കണ ഭാര്യയുടെ ആ ദുഃഖം തീർക്കാനായിട്ട് എന്നെ അങ്ങോട്ട് അയക്കൂ. എന്നെ വീണ്ടും വിവാഹം ചെയ്ത് കൊടുക്കണ പുണ്യം അങ്ങയ്ക്ക് കിട്ടും. മാത്രമല്ല ആ ഒരു നല്ല കാര്യം ചെയ്താൽ അങ്ങയ്ക്ക് വേഗം പത്നി വിരഹം തീരും എന്ന് പറയാണ് ആര്? താരേ. പത്നി വിയോഗജം ദുഃഖം അനുഭൂതം ത്വയാനഘ ബാലിനെ മാം പ്രയച്ഛാശു പത്നീദാനഫലം ഭവേത് പറഞ്ഞു. ഇനി 11. സുഗ്രീവ ത്വം സുഖം രാജ്യം ദാപിതം ബാലികാദിന രാമേണ രുമയാ സാർദ്ധം ഭുമുക്ഷ്വ സാപത്നവർജിതം. സുഗ്രീവ ബാലികാദിന രാമേണ. ഹേ സുഗ്രീവ, ഞാൻ നിന്നോടും പറയട്ടെ ഒരു കാര്യം, ബ്രദറിനിലോ ആണല്ലോ. ഹേ സുഗ്രീവ, ബാലിയെ ഹനിച്ചില്ലേ ആ രാമനാൽ ത്വം സുഖം രാജ്യം ദാപിതം, നീ സുഖമാകുമണ്ണം ഈ രാജ്യം ഭരിച്ചോളൂ, നീ രാജാവായിക്കോളൂ. പിന്നെ രാമൻ തരും നിനക്ക് ഈ രാജ്യം. രുമയ, നിൻ്റെ ഭാര്യയായിട്ടുള്ള രുമയ സാർത്ഥം, സുഗ്രീവൻ്റെ ഭാര്യയുടെ പേര് രുമ എന്നാണ്. അപ്പം നിനക്ക് രാജാവാവെന്ന് മാത്രമല്ല നമുക്ക് രുമയെ തിരിച്ചു കിട്ടുമല്ലോ. രുമയുടെ കൂടെ സാപത്നവർജിതം, ശത്രുബാധ ഇല്ലാതെ ഭുങ്ക്ഷ്വ കൂടെ ഇരുന്ന് സുഖിച്ചാലും. ശ്രീരാമനോടത് പറഞ്ഞതിന് ശേഷം സുഗ്രീവനോട് ബാല പറയണം, സ്വന്തം ബ്രദറിനിലോ ആണല്ലോ. ഹേ സുഗ്രീവ, ബാലിയെ വധിച്ച രാമൻ ബാലിയെക്കൊണ്ട് സുഖമാകും വിധം നിനക്ക് രാജ്യം തരും. ബാലിയെ വധിച്ചു, ഇനിയിപ്പോൾ നീയാണ് രാജാവാവേണ്ടത്. രാജ്യം മാത്രമല്ല, ശത്രുബാധയൊന്നും ഇല്ലാതെ നിനക്കിനി നിൻ്റെ പത്നിയായിട്ടുള്ള രുമയോടുകൂടി രാജ്യ സുഖങ്ങളൊക്കെ അനുഭവിച്ച് നിനക്ക് വാഴാം. അതായത് രാമൻ കൊന്ന കാരണം, ഭാര്യയെ കൊന്ന കാരണം നിനക്ക് സുഗ്രീവന് രാജ്യം കിട്ടിക്കഴിഞ്ഞു. രാമൻ നിന്നെ രാജാവായി അഭിഷേകം ചെയ്യും കിഷ്കിന്ധയിലത്തെ. അത് മാത്രമല്ല, രുമയും ഫ്രീ ആയി നിൻ്റെ ഭാര്യ. അപ്പം നിനക്ക് രുമയുടെ കൂടെ ഈ രാജ്യഭോഗങ്ങളൊക്കെ അനുഭവിച്ച് നീ നീണാൾ വാഴുക എന്ന് പറഞ്ഞു സുഗ്രീവനോട്. അതായത് ഒരു ആഗ്രഹവും ഇല്ല താരയ്ക്ക്. സുഗ്രീവത്വം സുഖം രാജ്യം ദാപിതം ബാലികാദിന രാമേണ രുമയ സാർദ്ധം ഭുങ്ക്ഷ്വ സാപത്നവർജിതം. രുമേണ സുഗ്രീവൻ്റെ പത്നി. ഇത്യേവം വിലപന്തിം താം താരാം രാമോ മഹാമനാഹ സാന്ത്വയാമാസ ദയയാ തത്വജ്ഞാനോപദേശത. ഇങ്ങനെ വിലപിക്കുന്ന താരോട് എന്താ പറഞ്ഞ്? താരയെ മഹാമനാഹ രാമൻ, മഹാത്മാവായിട്ടുള്ള രാമൻ ദയയാ തത്വജ്ഞാനോപദേശം, ദയോടുകൂടി തത്വജ്ഞാനോപദേശം ചെയ്ത് സാന്ത്വയാമാസ സാന്ത്വനം ചെയ്തു. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കരയണ ആ താരയെ മഹാത്മാവായിട്ടുള്ള രാമൻ വളരെ കാരുണ്യം വഴിയുന്ന മനസ്സോടുകൂടി തത്വജ്ഞാനം ഉപദേശിച്ച് സമാധാനപ്പെടുത്തി എന്നാണ് ഇതിൽ പറഞ്ഞത്. ഇനി എന്താ പറയുക, താരയോടുള്ള ഉപദേശമാണ് ഇനി ശ്രീരാമൻ്റെ. അത് നമുക്ക് നാളെ ചെയ്യാം. കാരണം അതൊരു ശ്രീരാമൻ്റെ തത്വോപദേശമാണ്. അപ്പോൾ നമുക്ക് അത് നാളെ ചെയ്യണം ഭേദം തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ നമുക്കൊരു കാര്യം, താര ഒരു സാധാരണ സ്ത്രീയല്ല. അതുകൊണ്ട് ബാലിയും താര വളരെ നല്ലൊരു സ്ത്രീയാണ്. ആക്ച്വലി താര പഞ്ചകന്യകളിൽ ഒന്നാണ്. അത്ര ഒരു മഹാത്മാ വളരെ വലിയൊരു മനസ്സോട് കൂടിയിട്ടുള്ള സ്ത്രീയാണ് കേട്ടോ താര. അത്ര സ്നേഹമാണ് ഭർത്താവിനോട്. അത്ര നല്ലൊരു പത്നിയാണ്, ശരിക്കും ഒരു ധർമ്മപത്നിയാണ് താര. അതുകൊണ്ടാണ് താരയ്ക്ക് അല്ലെങ്കിൽ ഇപ്പം അങ്കദനെ രാജാവായിട്ട് സുഖമായിട്ടിരിക്കണം എന്നാണ് മോഹം ഉണ്ടാവുക അല്ലേ. പിന്നെ സുഗ്രീവൻ രാജാവ് ആവരുത്, എൻ്റെ മകനായിട്ടുള്ള അങ്കദൻ രാജാവ്, ഒന്നുമില്ല. ബാലി പോയതോടെ എനിക്ക് രാജ്യവും വേണ്ട, മകൻ രാജാവാവും വേണ്ട, എനിക്ക് സുഖങ്ങളും വേണ്ട, ഒന്നും വേണ്ട എന്നായി. അത്ര ഒരു ധർമ്മപത്നിയാണ് പിന്നെ താരേ.
മാത്രമല്ല സുഗ്രീവന് രാജ്യം കൊടുക്കാനും തയ്യാറാണ്. അതാണല്ലോ ധർമ്മം വിചാരിച്ച സുഗ്രീവൻ രാജ്യം കൊടുത്ത് സുഗ്രീവനോട് രുമയുടെ കൂടെ സുഖമായി രാജ്യഭോഗങ്ങൾ അനുഭവിച്ച് ജീവിച്ചോളൂ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ താരയുടെ മഹത്വം നമ്മളിതിൽ നല്ല മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇന്നിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനെ നമ. അടുത്ത ദിവസം നമുക്ക് താരോപദേശം ചെയ്യാം. ഇതിൽ കുറച്ച് വായിക്കാൻ പറ്റിയ ഉപദേശം നമുക്ക് മലയാളത്തിലും അധ്യാത്മരാമായണത്തിലും വായിക്കാം. ശ്രീകൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.